ഈ വിറ്റാറയുടെ റിയർ സീറ്റ് ഒന്ന് നോക്കിയല്ലോ. വാ, ഓക്കെ. അപ്പം നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാൻ സാധിക്കും. നല്ലൊരു ആം റെസ്റ്റ് ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെയും ഒരു ആം റെസ്റ്റ് ഉണ്ട്. ആം റെസ്റ്റ് താക്കാൻ വേണ്ടത് ഇവിടെ ഒരു ലിവർ ഉണ്ട്. ലിവർ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഒരു ആം റെസ്റ്റ് ആവും. വിത്ത് കപ്പ് ഹോൾഡേഴ്സും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്കൊരു റീഡിംഗ് ലാമ്പും വരുന്നുണ്ട്. നമുക്കൊരു AC വെന്റ് ഇവിടെ കാണാൻ സാധിക്കും. A ടൈപ്പ് USB-യും ഒരു C ടൈപ്പ് USB-യും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 40-20-40 സ്പ്ലിറ്റ് ആണ് കിട്ടുന്നത്. അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടുക്കുള്ളതും തിരിച്ചിടാം. ഈ ഒരു പോർഷൻ കൂടെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ലഗേജ് റൂമും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്കിവിടെ ഒരു ഓപ്പൺ ചെയ്യാൻ പറ്റാത്തൊരു സൺ റൂഫും കിട്ടുന്നുണ്ട്. ബാക്ക് സീറ്റിൻ്റെ കംഫോർട്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ സീറ്റ് നമുക്ക് എത്രത്തോളം ഫ്രണ്ടിലോട്ടാക്കാൻ പറ്റും? ഈ ഒരു സീറ്റിൻ്റെ വ്യത്യാസവും ആ ഒരു സീറ്റിൻ്റെ വ്യത്യാസവും നിങ്ങൾക്ക് കണ്ടാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഇതൊരു സ്റ്റേജ്, ഇത് രണ്ടാമത്തെ സ്റ്റേജ്. അങ്ങനെ 2 സ്റ്റേജ് നമുക്കിത് റിക്ലൈൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ബാക്കിലിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കംഫോർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും അതൊന്ന് വേറെ തന്നെയാണ് നമ്മുടെ ഈ വിറ്റാറയിൽ.